നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നെസ്കഫെ ബോട്ടിൽ മണ്ടയ്ക്ക് ഒട്ടിച്ചേക്കുന്ന സ്റ്റിക്കർ എങ്ങനെയാണ് പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഏത് തരത്തിലുള്ള ഗ്ലാസ് ബോട്ടിലിൻ്റെ മണ്ടയ്ക്ക് ഒട്ടിച്ചേക്കുന്ന സ്റ്റിക്കറും ഇതേ രീതിയിൽ നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ്. ഞാൻ അതിനായിട്ട് ഒരു വലിയ പാത്രത്തിൽ 1/4 ഭാഗം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ചിട്ട് 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഇത് നല്ല തിളച്ച വെള്ളമാണ്. അപ്പോൾ കുപ്പിയുടെ അടപ്പ് മാറ്റിയതിന് ശേഷം ഓരോ കുപ്പി പതുക്കെ അതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുക. പെട്ടെന്ന് ഇട്ട് കൊടുക്കരുത്, കാരണം തിളച്ച വെള്ളം ആയതുകൊണ്ട് ചിലപ്പോൾ കുപ്പി പൊട്ടി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു 15 മിനിറ്റ് നന്നായിട്ട് കുതിർത്ത് വെക്കുക. എന്നിട്ട് 15 മിനിറ്റിന് ശേഷം ഈ വെള്ളത്തിൽ ചെറിയ ചൂട് കാണും. ആ ചൂടോടുകൂടി തന്നെ നമുക്കിതിൻ്റെ സ്റ്റിക്കർ ഇളക്കിയെടുക്കാം. പശ ഒട്ടിച്ചേക്കുന്ന ആ ഭാഗത്തെ സ്റ്റിക്കറിന് മേൽഭാഗം ഇളകി വന്നാൽ അതിൻ്റെ പേപ്പറിൻ്റെ ഭാഗങ്ങൾ അതിൻ്റെ താഴെ ഇങ്ങനെ ഒട്ടിയിട്ടിരിക്കും. അപ്പോൾ അത് കൈയുടെ നഖം ഉപയോഗിച്ചിട്ട് പതുക്കെ ഇങ്ങനെ ചിരണ്ടി കഴിയുമ്പോൾ അത് വരും. ഇപ്പോൾ കൈയുടെ നഖമല്ല, ഇപ്പോൾ കത്തി ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് അങ്ങനെ മാറ്റിയെടുക്കാം, അല്ലെ സ്പൂണോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ കൈയുടെ നഖം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ സോപ്പ് സ്ക്രബ് ഇട്ടിട്ട് സ്റ്റിക്കർ ഒട്ടിയിരുന്ന ഭാഗം നന്നായിട്ട് തേച്ച് കഴിയും. അതുപോലെ വായയുടെ അവിടെ ഒരു സ്കീലിംഗ് ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അത് നന്നായിട്ട് ഉരച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് അങ്ങ് പോകും. ഉരയ്ക്കാന്ന് പറഞ്ഞാൽ ഒത്തിരി നേരം ഇട്ട് ഉരയ്ക്കൊന്നും വേണ്ട, കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിയുമ്പം തന്നെ അത് ഓൾറെഡി അത് കുതിർന്നിരിക്കുന്ന കാരണം പെട്ടെന്ന് ഇങ്ങ് പോയി കിട്ടും. അപ്പം ഇങ്ങനെ നിന്നിട്ട് കുപ്പി കഴുകിയെടുക്കുക. ശേഷം നമുക്ക് അടുക്കള ആവശ്യത്തിനോ അല്ല ചെടി വെക്കണമെങ്കിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കുപ്പിയിൽ അങ്ങനെ ആക്കി വെക്കാം. അതിന് കുപ്പിയുടെ അടപ്പിനുള്ളിൽ ഒരു നല്ല കട്ടിയുള്ള പേപ്പറുണ്ട്. ആ പേപ്പറും കൂടെ നമ്മൾ മാറ്റി നന്നായി സോപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ കുപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യണേ.